സാധനമുള്ളാട്ടാ. കനുണ്ട് നല്ല ഫോണെന്ന് പറയണം. കനുണ്ട് നല്ല ഫോണാ. അതാ പറഞ്ഞ കനുണ്ട്. പണ്ട് എനിക്ക് കുറച്ച് അതിനെ ഫോൺ ഉണ്ടായിരുന്നു, നല്ല കനുർന്ന്. ഓണായാ നിക്കടാ. ഇതെന്താ ഡാർക്ക് ഫോൺ എടുത്ത? എന്താ ഡാർക്ക് ഫോൺ എടുത്ത? എന്താ കണ്ണാടി ഒരു നോക്കടാ. ഓണായല്ലോ. അങ്ങനെ ഞാനും വലിയൊരു പുതിയ ഫോൺ വാങ്ങി. എടാ ബഷീറേ, നമ്മുടെ ലൈഫ് ഇങ്ങനെ മേളിലേക്കാണ് പോകുന്നത്. എല്ലാം ശരിയാവും. ശരിയായി. അതെ ശരിയായി, പക്ഷെ കുറെ കാര്യങ്ങളോട് ശരിയാവാനുണ്ട്. എന്തോന്ന്? ഫോണ് ശരിയായിന്ന് കണ്ടാ? എവിടെ നോക്കട്ടെ. നിക്കടാ, നീ ക്ഷമിക്കുന്നത് ഓണായിട്ടല്ലേ ഉള്ളു. ഇനിയിപ്പോ എല്ലാം വരണ്ടേ? ആ വന്നു. ആരാ? അതല്ലടാ ഫോണ്, ഒരു കോൾ ചെയ്തോട്ടെ. ഈ ഫോണ് ഇപ്പഴാ വിളിക്കാനാ? എടാ സിം ഇടണ്ടേ അകത്ത് ആദ്യം. എന്നാ സിം ഇട്. എന്നത്താ? ഓ എന്റെ അടുത്താണ്. പിടി, കഷ്ടം. നീ ഒരു തന്നാ മതി. അല്ല കുഞ്ഞു, നിനക്ക് ഈ ഫോണിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ആ ചെറിയ ഫോൺ തന്നെ പോരായിരുന്നു. ആകെ വിളിക്കണത് ആ വോഡാഫോൺ കമ്പനിക്കാരല്ലേ? നിനക്കറിയില്ല, ഇതെന്റെ അഭിമാന പ്രശ്നം. അഭിമാനം ഫോണില്ല. എടാ നമ്മുടെ പഴയ ചായക്കടയില്ലേ, അവിടെ വരുന്ന കളവന്മാരുടെ കയ്യിലൊക്കെ വലിയ വലിയ ഫോണുകളാണ്. നമ്മൾ ഈ ചപ്പളാച്ചി ഫോണും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവന്മാരോട് ഒരു പുച്ഛം കാണണം. അത് പോരാഞ്ഞേ ഒരു കളവനോട് ചോദിക്കുക ഫേസ്ബുക്കിലുണ്ടോന്ന്. അയാൾ പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ലൈക്ക് അടിക്കുമെന്ന്. അന്ന് ഞാൻ തീരുമാനിച്ചതാ വലിയൊരു ഫോൺ വാങ്ങണമെന്ന്. അത് ശരിയാണ്. ഇപ്പൊ കൊച്ചു കൊച്ചു പിള്ളേരുടെ കയ്യിൽ വരെ സ്മാർട്ട് ഫോണാണ്. ശരിയായി, വിളി. ഫോൺ കൊള്ളാട്ടാ, സൂപ്പറാണ്. നല്ല പൈസ കാണുമല്ലോ. വയറുവേദന എങ്ങനെയുണ്ട്? ഇപ്പോഴുണ്ടോ? അല്ല വയറുവേദന അല്ല, കിഡ്നി ഇട്ടിട്ടുണ്ടെങ്കിലേ, കിഡ്നി മുറിച്ചാലേ വയറുവേദന എടുക്കും. കുറച്ചാളുണ്ടാവും. ഇനി പാൻ ഫോർട്ടി കഴിച്ചാൽ മതി. പണ്ടെന്റെ അമ്മാവന്റെ മോനെ. ഓവറാക്കണ്ട, ഇത് കിഡ്നി വിട്ടൊന്നുമല്ല. ചേച്ചിയുടെ മാല പണയം വെച്ചത്. ചേച്ചിയുടെ മാലേ? അത് പണയം വെച്ചാ? അതിനും പേന്ന് നിനക്ക് കിഡ്നി കരുന്നില്ലടാ. നാണക്കേട്. മതി നിർത്താൻ. അയ്യോടാ ഞാനിവിടെ പറഞ്ഞതാ, നീ നിർത്തണ്ട. നീ പറഞ്ഞോ, ഞാൻ ബഷീറോട് പറഞ്ഞതാ. എന്റെ ആവശ്യം ചുമ്മാ വിളിച്ചതാ. പുതിയ ഫോൺ വാങ്ങിയിട്ട് ആദ്യമായിട്ട് നിന്നെ തന്നെ വിളിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊട്ട് വിളിച്ചതാ. ചിലവൊക്കെ തരാം. ആദ്യം നേരിട്ട് കാണണ്ടേ? ഓക്കെ, ശരി ബൈ. ബഷി ഇതാ. ഇനിയിപ്പോ എന്താ ഇതില്? മറ്റേ പാമ്പ് ആപ്പിൾ ഇതിനാണ് ഒരു ഗെയിമില്ലേ, അത് കേട്ടിക്കോ. പിന്നെ ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാം കേട്ടിക്കോ. അതിന് നെറ്റ് വേണം, ഡൗൺലോഡ് ചെയ്യണേ. അതിനിപ്പോ വേറെ വാങ്ങിക്കണോ? ചേച്ചിയുടെ ഒരു മോതിരമുണ്ട്. എടാ നെറ്റ് റീചാർജ് ചെയ്താ മതി. ആ പുട്ടുകൂറ്റിയുടെ കുഴലിന്റെ അടിയിന്നേ കാറ്റ് പോണു. ഒരു തുണി വെച്ച് കെട്ടിത്താടാ, എന്റെ കൈ പൊള്ളിട്ട് വേദനിച്ചിട്ട് അയ്യോ. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നൊരു സെൽഫി എടുക്കാം. എന്തോന്ന് എടുക്കാന്ന്? സെൽഫി. ചേച്ചി ഫോട്ടോ എടുക്കാന്നാ അവൻ പറയണത്. പിന്നെ ഒന്ന് പോടാ. എന്താ ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ. വാടാ. ഞാനുണ്ട്. ഇല്ല. എന്നാലേ ഞാൻ കുറച്ച് പൗഡർ ഇട്ടിട്ട് വരാം. എന്റെ ചേച്ചി സെൽഫിക്ക് പൗഡർ ഒന്നും വേണ്ട. വേണ്ടെന്ന് എടുക്കല. നോക്കട്ടെ. ഒന്ന് കണ്ണട മാറ്റിട്ടെടുക്കാം. നോക്ക്. ഒരെണ്ണം എടുക്കും. ഒന്നും എടുത്തു. അയ്യോ ചേച്ചി കൈപിടി ഇങ്ങനെ. ചേച്ചി കൈപിടി ഇങ്ങനെ. നോക്ക്. ലാസ്റ്റ് നല്ല രസമുണ്ട്. ലാസ്റ്റ് രസമുണ്ട്. ഭഗവാനെ, എന്റെ കോലം നോക്കിയേ. എല്ലൊക്കെ കാണാം, മുടിയൊക്കെ നിറച്ചാ. എങ്ങനെ ഇരുന്ന ഞാൻ അപ്പളേ പറഞ്ഞതാ കുറച്ച് പൗഡർ ഇടാന്ന്. പിന്നെ ചേച്ചി പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ
ഒന്ന് പോടാ. കേട്ട ബഷീറേ, പണ്ടെന്റെ മുടിയേ ഇത് ഇത്രേ ഉണ്ടായിരുന്നു. ഇത് ഇത്രേ പനങ്കൊല പോലെ. സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴേ കുട്ടികൾ എന്നെ യക്ഷിന്ന് വിളിച്ചിട്ടാ കളിയാക്കിക്കൊണ്ടിരുന്നേ. അത് ചേച്ചിയുടെ മുടി കണ്ടിട്ടാവില്ല, കോലം കണ്ടിട്ടാവും. പോടാ, നീ ആ പുട്ടുകുറ്റി പോയി ശരിയാക്കിയേ. ആ ഡാ കുഞ്ഞു, പിന്നെ നീ ആ ഫോട്ടോ ഇങ്ങോട്ട് മാച്ചു കളഞ്ഞേക്കിട്ടാ. വല്ലരും കണ്ട നാണക്കേടാ. മായ്ക്കാനാ? എന്നാ ചേച്ചി അറപ്പുറം കെടുത്തിട്ടോ. അത് ദേവടന്റെ വലിപ്പിൽ കാണും. ചേച്ചി ഇതങ്ങനെ മായ്ക്കാൻ പറ്റൊന്നുമില്ല. ഇത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടാൻ പോണ്. അപ്പൊ ചേച്ചി ലോകം മൊത്തം ആൾക്കാർ കാണും. അതെ, ഫേസ്ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇടും. ഡാ കുഞ്ഞു വേണ്ടാട്ടാ. ഇല്ല, ഇടും. എന്നാലേ നിന്റെ ഫേസ്ബുക്ക് എടുത്തിട്ട് ഞാൻ ആ അടുപ്പിലിട്ട് കത്തിക്കും, നോക്കിക്കോ. അയ്യോ ചേച്ചി, ഇത് കത്തിക്കാൻ പറ്റൊന്നുമില്ല. ഇത് ഫേസ്ബുക്കാണ്, ഇന്റർനെറ്റില്ലേ. എന്റെ ഭഗവാനെ, ഇന്റർനെറ്റാ? അതിലിടാന്നാ പറഞ്ഞത്? ഇങ്ങോട്ട് വന്നേ. ഇന്നലെ ഞാൻ ആ ടിവിയിൽ ഒരു വാർത്ത കണ്ടതാ. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് തല വെട്ടി മാറ്റിയിട്ട് താഴേക്ക് എന്തോ വൃത്തികേട് കാണിച്ചു ഇന്റർനെറ്റില്. നീ അത് മാച്ചു കളയിട്ടാ. ഉമ്മി, ദേ ഉമ്മി വിളിക്കണ്ട്. നീ അത് മാച്ചു കളയിട്ടാ. ഉമ്മി, നീ ഇതുവരെ കടയിൽ പോയില്ലേ? നിന്നെ പോലെ തന്നെ ആണല്ലേ? നല്ല വിവരമാണല്ലേ. നീ പുട്ട് കഴിച്ചായിരുന്നോ? ഇല്ല, വിശക്കുന്നു. ഇല്ലെങ്കിൽ ആ പുട്ട് കുറ്റി ശരിയായി കൊടുക്കും. പാമ്പുണ്ടാക്കിട്ടോ. ഇരിക്കി. ഇതെന്താടാ ഇത്? ഇതാണ് പ്ലേ സ്റ്റോർ എന്ന് പറയും. എന്താടാ ഇത്? എന്താ പോലീസ് ഒരു ബഹളം? കുഞ്ഞു സാറിനോട് വേഗം വിളിക്ക്. എന്താ? ചേച്ചി ദേവസാർ എവിടെ? അകത്തുണ്ട്. ഒന്ന് വേഗം വിളിക്കുക ചേച്ചി. എന്താ പ്രശ്നം? ഒന്ന് വിളിച്ചാ മതി. താനെന്തിനാണോ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന? സാറേ, ഒരു പ്രശ്നമുണ്ട്. ഒന്ന് പതുക്കെ പറയടൂ. സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? സാറേ, നമ്മളെന്നാ കവലയിലിട്ടൊരുത്തനെ പൊക്കിയില്ലേ? കവലല്ലോ? ഏത് കവലല്ലോ? നമ്മളെന്നാ പാറോപ്പടി കവലയിലിട്ടൊരുത്തനെ പൊക്കിയില്ലേ? ഒരു മാല പൊട്ടിച്ച കേസില് സുബി, കച്ചട സുബി, അവൻ ജയിലിൽ ചാടിയെന്ന്. അതിന് നമ്മളെന്ത് ചെയ്യാനാ? ഞാൻ ലീവിലല്ലേ. എന്റെ പൊന്ന് സാറേ, സാറിനെ കുത്തൂന്നും പറഞ്ഞ അവൻ കത്തിയുമായിട്ട് കവലയിൽ കിടന്ന് കറങ്ങുന്ന കണ്ടവരുണ്ടെന്ന്. സാർ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിക്കോ. മാറാനോ? എന്തിനാ? അയ്യോ ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ഒന്ന് ചുമ്മാ ഇരടി. പോലീസുകാരുടെ അടുത്ത് അവന്റെ അളിയാ, ഈ കത്തിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളിന്റെ അടുത്ത് പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അളിയാൻ കുറച്ച് മാറിയിരിക്കുന്നതാണ് നല്ലത്. സാറേ, എനിക്കും അത് തന്നെ തോന്നുന്നേ. അല്ല അല്ല, ഞാൻ പറഞ്ഞതേ, നമ്മളിങ്ങനെ 3-4 ആണുങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പേ പേടിക്കേണ്ട കാര്യം. കത്തി കത്തി. ഓ, അളിയന് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. പേടിയോ? എനിക്കോ? സാർ, ഒരു കാര്യം ചെയ്, ഉള്ളിൽ പോയിരുന്നോ. ആരെങ്കിലും വന്ന് മുട്ടിയാൽ ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു വിട്ടേക്കാം. അതൊന്നും ശരിയാവില്ല. ഒരു പോലീസുകാരനായിട്ട് പിന്നെ നമ്മള് ഞാനും ആളെ കണ്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ അവൻ ചാടിയെന്ന്. അതെ, വല്ല കുഴപ്പമുണ്ടാവോ? ഏയ് ആവോ, ചെലപ്പോ. അയ്യോ, എന്റെ തുരുത്തെ ഭഗവതി, അങ്ങനെ കൊണ്ട് ഞാൻ ഉരുളിച്ചേക്കാവേ. അതിലും ഭേദം അളിയനെ അയാൾ കുത്തുന്നതാണ് നല്ലത്. എന്നാ പിന്നെ ഞാനൊന്ന് കവല വരെ പോയി നോക്കിയിട്ട് വന്ന പോരെ? എന്തിന്? അവൻ ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കാനാ? നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അതെ ബിജു, നമുക്ക് ആ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞാലോ? അതൊന്നും വേണ്ട, നാണക്കേടാ. ശരിയാ ചെയ്യത്. അന്ന് ഈ കച്ചറ സൂയെ പിടിച്ചപ്പോഴേ സാറ് കവലെ കിടന്നിട്ട് വീരപ്പനെ പിടിച്ച പോലത്തെ പെർഫോമൻസ് അല്ലായിരുന്നോ? ഇതങ്ങനെ സ്റ്റേഷൻ അറിഞ്ഞ നാണക്കേടാ. വായടക്കുന്നുണ്ടോ? ഒന്ന് മിണ്ടാണ്ടിരിക്കട്ടെ ദേവേട്ടാ. ഭഗവാനെ, നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ടാണ്. അത് ശരി തന്നെ. ഈ പാട്ടൊന്ന് മാറ്റി പിടിക്കും. പിന്നെ നമ്മളിനി പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. കയ്യിൽ കിട്ടുന്ന എല്ലാം എടുത്തോ. അതെ, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലോ? ഒന്ന് മിണ്ടാണ്ടിരിക്കും മനുഷ്യ. പോലീസേ, നിങ്ങൾ തുറക്കാം. ഞാനോ? ബഷീർ നോക്കണേ. അല്ലാന്ന്, നിങ്ങളല്ലേ മീശയൊക്കെ ഉള്ള വലിയ പോലീസ്. പോ. ഞാൻ പോയാ ശരിയാവൂ? മതി, നിങ്ങൾ പോയാ മതി. നിങ്ങളെ കണ്ട പേടിച്ചോളൂ. ഞാൻ നോക്കട്ടെ.
ഈ ബിജു പോലീസിന്റെ ഒരു മണ്ടത്തരം. ഞാനാണ് എല്ലാരും കൂടെ അല്ലായിരുന്ന. ഞാനിപ്പോ വരാം. അയ്യേ, ഉള്ള ജീവൻ അങ്ങോട്ട് പോയി. ആരായിരുന്നു ഓ, അത് നമ്മുടെ ഉമ്മയായിരുന്നു. ഈ നശിച്ച പെണ്ണ്? എന്റെ നല്ല ജീവൻ അങ്ങ് പോയായിരുന്നു. പോലീസുകാരന്റെ ഒരു പേടി. പേടിയൊന്നുമില്ല. പിന്നെ ഇറങ്ങി വാട ഇങ്ങോട്ട്. ഓഹോ, അപ്പൊ എന്നെ അടിക്കാനുള്ള പരിപാടിയാണല്ലേ? നിന്നൊക്കെ കാണിച്ചു തരാടാ. ഇറക്കി വിടറാ അവനെ. സുബിച്ചേട്ടാ, ഞങ്ങള് വീട് വൃത്തിയാക്കായിരുന്നു. ദേ ഇത് ഫ്ലവർ വൈസാ. നീ ഡയലോഗ് അടിക്കാതെ അവനിങ്ങോട്ട് ഇറക്കി വിടറാ. നിന്റെ ഒക്കെ കുടുംബം വിളിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റ്. എന്റെ സുബി, ഞങ്ങൾ ഈ പാവം പോലീസുകാർ എന്ത് ചെയ്യാനാ? മേളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ചെയ്തല്ലേ പറ്റൂ. അതുപോലെ ഈ മാലമോഷണം പാവമല്ലേ? നീ ഉണ്ടായിരുന്നല്ല തടിയാ ഇവിടെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇറക്കി വിടറാ അവനെ. എടാ ദേവാ, എവിടെയാടാ ഒളിച്ചിരിക്കുന്നത്? ധൈര്യം ഉണ്ട്, ഇറങ്ങി വാടാ. ദേവി, നീ എന്നോട് പൊറുക്കണം. നിനക്കൊരു കുഞ്ഞിനെ തരാൻ എനിക്ക് പറ്റിയില്ല. സാരമില്ല, നീ നമ്മുടെ കുഞ്ഞിനെ പൊന്നു പറഞ്ഞ് നോക്കണം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ദേവേട്ട? ശശിയുടെ ചായക്കടയിൽ ഒരു 320 രൂപ കൊടുക്കാറുണ്ട്, അത് നീ കൊടുക്കണം. ദേവേട്ട, അന്ന് ഞാൻ ദേഷ്യം വന്നപ്പം നിന്റെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അതിന് ഞാൻ ക്ഷമ ചോദിച്ചായിട്ട് നീ പറയണം. ഇനി എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ? എന്തിനാ പറയുന്നത്? നീ അച്ഛനോട് പറയണം. എനിക്ക് അച്ഛൻ എന്ന് എന്റെ ദൈവത്തെ പോലായിരുന്നു. എടാ ഇറങ്ങി വാടാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. വിടറാ, വിടറാ, നീ വിടറാ. എന്താ ഇവിടെ ഒരു സൗണ്ട് കേട്ടെ? അത് ആ കച്ചറ സുബി വന്നായിരുന്നു. അയ്യോ, എന്നിട്ട് നമ്മുടെ സുമി അയാളെ ചവിട്ടി താഴെ തള്ളിയിട്ട്. ഉമ്മയാ? ശരിക്കും എന്നിട്ട് എവിടെ? അവിടെ താഴെ പുറത്ത്. വാ. ദേ. എന്തൊക്കെയായിരുന്നു കച്ചറ. സുമിയോട് അവന്റെ കളി.